ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പെന്തക്കുസ്ത തിരുനാൾ ദിവസം. പെന്തക്കൊസ്തേ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം 50-ാം ദിവസം എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈശോയുടെ ഉയർപ്പിന് ശേഷം 50-ാം ദിവസം ശിഷ്യ സമൂഹത്തിന് മേൽ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ പറന്നിറങ്ങിയതിൻ്റെ ഓർമ്മയാണല്ലോ ഓരോ പെന്തക്കുസ്ത തിരുനാളിലും നമ്മൾ ആഘോഷിക്കുന്നത്. ഏവർക്കും പെന്തക്കുസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും ഹൃദ്യമായി നേരുന്നു. ഇന്ന് സഭയുടെ ജന്മദിനം കൂടെയാണ് കേട്ടോ. തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പെന്തക്കുസ്ത തിരുനാൾ ദിവസം സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. വചനഭാഗം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്കും ഏറെ വിശകലനത്തിന്, ഏറെ വിചിന്തനത്തിന് യോഗ്യമാണ്. ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായി വിചിന്തനം ചെയ്യുക അടച്ചിരുന്ന കതകുകളെ കുറിച്ചാണ്. കതകുകൾ അടച്ചിരുന്നു. എന്തിനാണ് സുവിശേഷകൻ കതകുകൾ അടച്ചിരുന്നു എന്ന് കൃത്യമായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത്? ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് ഇതിനെക്കുറിച്ചുള്ളത്. ഒരു കൂട്ടം ബൈബിൾ പണ്ഡിതന്മാർ പറയും, അടച്ചിരുന്ന കതകുകൾ സൂചിപ്പിക്കുന്നത് ശിഷ്യരിലുണ്ടായിരുന്ന ഭയത്തെയാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന, ക്രിസ്തുവിനെ പിൻചെന്നിരുന്ന ശിഷ്യർ നാളെ തങ്ങളും ക്രിസ്തുവിനെ പോലെ സഹിക്കേണ്ടി വരും, കുരിശിലേറേണ്ടി വരും എന്നുള്ള ഭയമാകാം കതകുകൾ അടയ്ക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. എന്നാൽ മറുകൂട്ടം ബൈബിൾ പണ്ഡിതന്മാർ പറയും, കതകുകൾ അടച്ചിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ശിഷ്യരിലുള്ള ഭയത്തെയല്ല, മറിച്ച് അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സവിശേഷതയും ശക്തിയും വായനക്കാരന് പകർന്നു കൊടുക്കാനായി സുവിശേഷകൻ ബോധപൂർവം എഴുതിയതാണ്. അടച്ച കതകുകൾക്ക് ഉള്ളിലേക്ക് കയറാൻ മാത്രം ശക്തമാണ് ക്രിസ്തുവിൻ്റെ ശരീരം. അതിനുള്ള പ്രത്യേക സവിശേഷതയും ശക്തിയും ആ ശരീരത്തിനുണ്ട് എന്നുള്ള ബോധ്യം വായനക്കാരന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് സുവിശേഷകന്റെ പ്രഥമ ലക്ഷ്യം. എന്തുതന്നെയായാലും ഈ രണ്ട് ചിന്തകളും കോർത്തിണക്കി വായിക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുക. ഒരു അർത്ഥത്തിൽ തീർച്ചയായും ഇത് ഭയത്തെ സൂചിപ്പിക്കുമ്പോൾ, മറ്റൊരർത്ഥത്തിൽ ഇത് ക്രിസ്തുവിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ശിഷ്യരെ പോലെ പലവിധ കതകുകൾക്കുള്ളിൽ അടഞ്ഞിരിക്കുന്നവരാകാം നമ്മൾ. ദാരിദ്ര്യത്തിൻ്റെ, രോഗത്തിൻ്റെ, ഭയത്തിൻ്റെ, നിരാശയുടെ ആ സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കണം ക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ച്. അടച്ച കതകുകൾക്കുള്ളിലൂടെ പോലും കടന്നു വരാൻ ശക്തനാണ് അവിടുന്ന്. ഇന്ന് ഈ പെന്തക്കുസ്ത തിരുനാൾ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം, തമ്പുരാനെ, ഞങ്ങളും പലവിധ കതകുകൾക്കുള്ളിൽ അടഞ്ഞിരിക്കുന്നവരാണ്. പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഈ കതകുകൾക്കുള്ളിലൂടെ അങ്ങ് കടന്നു വരണമേ. ഞങ്ങളെ ഈ കതകുകൾക്ക് പുറത്തേക്ക് കടക്കാൻ അങ്ങേ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.